10 മാസത്തെ ഓസ്ട്രേലിയയിലുള്ള താമസത്തിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ മെൽബൺ എയർപോർട്ടിൽ നിന്ന് സിംഗപ്പൂർ വഴിയാണ് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് മെൽബണിൽ നിന്ന് സിംഗപ്പൂർ എത്തിയ ശേഷം അവിടെ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിനാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തുക. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മെൽബൺ എയർപോർട്ടിലാണ്. അത്യന്താധുനിക സൗകര്യമുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് മെൽബൺ എയർപോർട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ എയർപോർട്ടുകളിലൊന്നാണ് ഈ എയർപോർട്ട്. നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൻ്റെ കോറിഡോറിൽ അടുത്ത ടെർമിനലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എയർപോർട്ടിൻ്റെ റൺവേയിൽ നിരവധി വിമാനങ്ങൾ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഓസ്ട്രേലിയയുടെയും അതുപോലെ ചൈനയുടെയും മറ്റും വിമാനങ്ങൾ ധാരാളമായിട്ട് ഈ റൺവേ കൂടി പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഗേറ്റ് വേയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും സിംഗപ്പൂരിലേക്കുള്ള വലിയ ഫ്ലൈറ്റിലാണ് യാത്ര. അവിടെ നിന്നും താരതമ്യേന ഒരു ചെറിയ ഫ്ലൈറ്റിലാണ് സിംഗപ്പൂരിൽ നിന്നും കൊച്ചിയിലേക്ക് ഉള്ള യാത്ര. കുറച്ച് അധിക സമയം തന്നെ ഈ കോറിഡോറിൽ നടന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഗേറ്റ് വേയിൽ എത്തുകയുള്ളൂ. എന്നാൽ കാഴ്ചകൾ കണ്ട് നമ്മൾ നടക്കുമ്പോൾ ആ ദൂരം നമുക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. വളരെയധികം കാഴ്ചകളാണ് ഈ വിമാനത്താവളത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇതൊരു സിംഗപ്പൂർ എയർലൈൻസിൻ്റെ വലിയൊരു പ്ലെയിനാണ് ഈ കിടക്കുന്നത്. ഞങ്ങളുടെയും സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു വിമാനത്തിനാണ് ഞങ്ങൾ മെൽബണിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. അല്പസമയത്തെ വിശ്രമം ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതായിരിക്കും ഞങ്ങളുടെ വിമാനം എന്ന് തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾ വിമാനത്തിന് ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ വലിയൊരു ജംബോ ജെറ്റ് വിമാനത്തിലാണ് ഞങ്ങൾ മെൽബണിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബോർഡിംഗ് നടത്തി ഞങ്ങളുടെ സീറ്റിൽ ഞങ്ങളിപ്പോൾ ഇരിക്കുകയാണ്. നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലുള്ള TV സ്ക്രീനിലൂടെ നമുക്ക് ലൈവായിട്ട് തന്നെ യാത്രയുടെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ മെൽബണിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള പ്ലെയിൻ്റെ റൂട്ട് മാപ്പാണ്. ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് അത് പറക്കുന്നത്, എത്ര ദൂരമുണ്ട്, എത്ര ഹൈറ്റിലാണ് വിമാനം പറക്കുന്നത് തുടങ്ങിയ വിവരങ്ങളെല്ലാം നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ TV സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ പ്ലെയിനിൽ യാത്ര ആരംഭിക്കുകയാണ്. പ്ലെയിൻ ഇതാ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്ലെയിൻ പതുക്കെ മെൽബൺ എയർപോർട്ടിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ ചില വിമാനങ്ങളൊക്കെ റൺവേ കൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ ടേക്ക് ഓഫ് നടന്ന് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ബെൽറ്റുകളൊക്കെ ഭദ്രമായിട്ട് ഉറപ്പിച്ചു. എയർ ഹോസ്റ്റസിൻ്റെയും പൈലറ്റിൻ്റെയും നിർദ്ദേശങ്ങളനുസരിച്ച് വേണം നമ്മൾ ഈ പ്ലെയിനിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സുരക്ഷിതമായിട്ടിരിക്കാൻ. അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മൾ സീറ്റ് ബെൽറ്റുകളൊക്കെ മുറുക്കി നമ്മൾ വളരെ ആകാംക്ഷയോടെ ഇപ്പോൾ ഈ വിമാനത്തിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ ഏതാനും അടികൾ
ഈ എയർപോർട്ടിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. സ്ഥലങ്ങളൊക്കെ വളരെ ചെറുതായി കാണാൻ സാധിച്ചു. അതായത് വിമാനം മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളും റോഡുകളും മറ്റു സ്ഥലങ്ങളും കൃഷി സ്ഥലങ്ങളുമൊക്കെ വളരെ ചെറുതായി വരുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പം വളരെയധികം ആകാശത്തേക്ക് വിമാനം ഉയർന്നു. നമുക്കിപ്പോൾ ഫോഗ്, മഞ്ഞ് ഇങ്ങനെ ഓടിപ്പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ഈ ഹൈവേ, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ ആയിട്ടുള്ള റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലെ പോകുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ മുമ്പിലുള്ള സ്ക്രീനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് റൂട്ടിൽ കൂടിയാണ്, ഏത് സ്ഥലങ്ങളിലൂടെയാണ് ഈ വിമാനം സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വിമാനത്ത് അല്പസമയമായി പലരും പാതി മയക്കത്തിലേക്കൊക്കെ വീണു പോയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മെൽബണിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഏകദേശം 9000 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് കാണിക്കുന്നത്. ഏതാണ്ട് 9 മണിക്കൂർ നേരത്തെ യാത്രയാണ് മെൽബണിൽ നിന്ന് സിംഗപ്പൂരിൽ എത്താനുള്ള സമയം. ഇപ്പം നമുക്ക് ഭക്ഷണം പ്ലെയിനിൽ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ കിട്ടിയ ഭക്ഷണം. പൊട്ടറ്റോസും ചിക്കനും മറ്റും അടങ്ങിയ ഒരു ഭക്ഷണമാണ്. നമുക്ക് ആവശ്യത്തിന് ഉള്ള ഭക്ഷണം ഈ പ്ലെയിൻ തന്നെ ലഭിക്കും. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ആവശ്യമുള്ളവർക്ക് അവർക്കും ഏകദേശമായി പലതരത്തിലുള്ള ഡ്രിങ്ക്സും അവൈലബിളാണ്. എല്ലാ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളിലും ഡ്രിങ്ക്സ് സപ്ലൈ ചെയ്യാറുണ്ട്. ഇതാ ആകാശത്തു നിന്നുള്ള ഒരു വിദൂര ദൃശ്യമാണ്. പ്ലെയിനിൻ്റെ ചിറകാണ് ഈ കാണുന്നത്. അങ്ങ് താഴെ നമുക്ക് ഭൂമിയുടെ വളരെ ദൂരത്തു നിന്നുള്ള ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇപ്പം നമ്മൾ കടലിൻ്റെ മുകളിൽ കൂടിയാണ് പറക്കുന്നത് തോന്നുന്നു. ഈ കാണുന്ന കടലാണ്. കടലും അതിൻ്റെ തീരപ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സാമാന്യം നല്ല ഉയരത്തിൽ കൂടിയാണ് പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് 4 ബിൽഡിങ്ങും അതുപോലെയുള്ള റോഡുകളും മറ്റ് സ്ഥലങ്ങളുമൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നുണ്ട്. Cabin crew to your landing stations. പൈലറ്റിൻ്റെയും അതുപോലെ തന്നെ എയർ ഹോസ്റ്റസുമാരുടെയും ഇടയ്ക്കുള്ള അനൗൺസ്മെൻറ്റുകൾ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. അവരെ ചില നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് സിംഗപ്പൂർ എത്താറായിട്ടുണ്ട്. ഏതാണ്ട് 8 മണിക്കൂറോളം നമ്മൾ ഇപ്പോൾ ഈ പ്ലെയിനിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിംഗപ്പൂർ എത്താറാകുമ്പോൾ സിംഗപ്പൂരിലുള്ള സമുദ്രമാണ് നമുക്ക് കാണുന്നത്. ഈ സമുദ്രത്തിലൂടെ പോകുന്ന അനേകം കപ്പലുകൾ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. ധാരാളം കപ്പലുകൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നതാണ് കാണുന്നത്. വളരെ ഉയരത്തിനായതിനാൽ ഒരു ചെറിയ പൊട്ട് പോലെ മാത്രമേ നമുക്കിപ്പോൾ ഈ വൻ ഷിപ്പുകൾ ദൃശ്യമാകുന്നുള്ളൂ. നമ്മുടെ വിമാനം താന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സിംഗപ്പൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കരയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സിംഗപ്പൂരിലെ ഭൂമിയും അതുപോലെ തന്നെ കെട്ടിടങ്ങളും റോഡുകളും അതുപോലെ തന്നെ മൈതാനങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പച്ചപ്പ് നമ്മുടെ കൺമുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ പച്ചപ്പിനോട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഈ ഗ്രൗണ്ടുകളും കെട്ടിടങ്ങളും
അതുപോലെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളും നമുക്ക് കാണാറായി. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ നമ്മൾ ഈ സിംഗപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതാണ്. ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നമുക്ക് ഇപ്പം ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ മുറുക്കി ലാൻഡിങ്ങിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പം ഏതാണ്ട് ലാൻഡ് ചെയ്തു. റൺവേയിൽ കൂടെ ആണിപ്പോൾ വിമാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സിംഗപ്പൂർ എന്ന ചാങ്ങി എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടുള്ളതാണ്. ഇപ്പം ഞങ്ങൾ ഈ എയർപോർട്ടിൽ എത്തി. എയർപോർട്ടിലുള്ള ഒരു ബഗിയിൽ കയറി ഞങ്ങൾക്ക് പോകേണ്ട അടുത്ത ടെർമിനലിലേക്ക് യാത്ര കൊണ്ടിരിക്കുന്നത്. സിംഗപ്പൂരിൽ നിന്നും 4 മണിക്കൂറിൻ്റെ ലേ ഓവറിന് ശേഷമാണ് അടുത്ത പ്ലെയിൻ ഞങ്ങൾക്ക് നെടുമ്പാശ്ശേരിക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വിശ്രമിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എവരെയും ആ വീഡിയോ കാണുവാനായിട്ട് സാദരം ക്ഷമിച്ചിരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.